ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്यै നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഭഗവത്ഗീത ധ്യാനത്തിൻ്റെ തുടർ ശ്ലോകങ്ങളെക്കുറിച്ച് നോക്കാം. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഇവിടെ ഈ ധ്യാന ശ്ലോകത്തിലൂടെ മധുസൂദന സരസ്വതി എന്ന മഹർഷി വര്യൻ ശ്രീകൃഷ്ണ ഭഗവാനെ വന്ദിക്കുകയാണ്. കൃഷ്ണം വന്ദേ. എങ്ങനെയുള്ള കൃഷ്ണനാണ്? വസുദേവസുതം, വസുദേവരുടെ പുത്രനായിരിക്കുന്നതും ദേവനായിരിക്കുന്ന കംസചാണൂരമർദ്ദനം, കംസനെയും ചാണൂരനെയും ഒക്കെ മർദ്ദിച്ചവനും അല്ലെങ്കിൽ സംഹരിച്ചവനും, ദേവകീ പരമാനന്ദം, ദേവകീ ദേവിയുടെ പരമാനന്ദവും ആയിരിക്കുന്ന ജഗദ്ഗുരും, ഈ ജഗത്തിൻ്റെ മുഴുവൻ ഗുരുവും ആയിരിക്കുന്ന കൃഷ്ണം വന്ദേ, ആ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു. വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായി അവതരിച്ച സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ജഗത്തിൻ്റെ ഗുരുവായും സങ്കല്പിക്കപ്പെടുന്നു. തന്നെയുമല്ല, ദുഷ്ടന്മാരെയെല്ലാം അമർച്ച ചെയ്യുവാനായിട്ട് അവതാരമെടുത്ത കൃഷ്ണനാണ് എന്നുകൂടി കംസചാണൂരമർദ്ദനം എന്നുള്ള വാക്കുകളിലൂടെ സൂചിപ്പിക്കുകയും കൂടി ചെയ്യുന്നു. അപ്പോൾ നമുക്കെല്ലാം പരിചിതമായ ഗീതാശ്ലോകം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം. അപ്പോൾ സാധുജനങ്ങളെ സംരക്ഷിക്കുന്നതിനായിട്ടും അതുപോലെ തന്നെ ദുർജനങ്ങളെ അമർച്ച ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ധർമ്മത്തെ പരിരക്ഷിക്കുന്നതിനുമായും ഭഗവാൻ ഓരോ കാലങ്ങളിലും അവതാരം എടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നതിൽ പൂർണ്ണ പുണ്യാവതാരം എന്ന് നാരായണീയത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്ന ആ ശ്രീകൃഷ്ണ സ്വരൂപത്തെ, ആ പരമാത്മാവിനെ ഇവിടെ വന്ദിക്കുന്നതായിട്ടാണ് മധുസൂദന സരസ്വതി വർണ്ണിച്ചിരിക്കുന്നത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജല ഗാന്ധാരനീലോപല ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുല അശ്വത്ഥാമവികർണ ഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണാ ഖലു പാണ്ഡവൈരണനദി കൈവർത്തക കേശവ. ഭീഷ്മദ്രോണതടാ ജയദ്രഥജല ഗാന്ധാര നീല ഉപല ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുല അശ്വത്ഥാമ വികർണ ഘോരമകര ദുര്യോധന ആവർത്തിനി സ ഉത്തീർണ ഖലു പാണ്ഡവൈഃ രണനദി കൈവർത്തക കേശവ. ഭീഷ്മദ്രോണതട, ഭീഷ്മരും ദ്രോണരുമാകുന്ന തടങ്ങൾ, രണ്ട് തീരങ്ങൾ. ഇവിടെ മഹാഭാരത യുദ്ധത്തെ ഒരു നദിയായിട്ടാണ്
കവി സങ്കല്പിച്ചിരിക്കുന്നത്. ആ നദിയിലെ 2 തീരങ്ങളാകുന്നു ഭീഷ്മരും ദ്രോണരും. ജയദ്രഥ ജല, ആ നദിയിലെ ജലമാകുന്നു ജയദ്രഥൻ. ഗാന്ധാര നീലോപല, ഗാന്ധാര രാജാവാകുന്ന ശകുനിയാവട്ടെ അവിടെ കരിമ്പാറയാണ്. ശല്യഗ്രാഹവതി, ശല്യരാണെങ്കിൽ ആ ജലത്തിലൂടെ ഒഴുകി വരുന്ന ഗ്രാഹം മുതലയാണ്. കൃപേണ വഹനി, കൃപാചാര്യരാവട്ടെ ആ നദിയിലെ ഒഴുക്കാകുന്നു. കർണേന വേലാകുല, കർണനാവട്ടെ ആ നദിയിലെ വേലിയേറ്റവും വേലിയിറക്കവും ആകുന്നു. അശ്വത്ഥാമ വികർണ ഘോരമകര, അശ്വത്ഥാമാവും ദുര്യോധന സഹോദരനായിരിക്കുന്ന വികർണനും ഘോരന്മാരായ മകരമത്സ്യങ്ങളെ പോലെയാണ്. ദുര്യോധനാവർത്തിനി, ദുര്യോധനൻ എന്ന് പറയുന്നത് ഒരു ചുഴിയായി സങ്കല്പിച്ചിരിക്കുന്നു. സ ഉത്തീർണ ഖലു പാണ്ഡവൈഹി, അപ്രകാരമുള്ള ആ നദിയെ പാണ്ഡവർ, ആ രണമാകുന്ന നദിയെ പാണ്ഡവർ ഉത്തീർണ, കടന്നു. എങ്ങനെ കടന്നു? കൈവർത്തക കേശവ, അവിടെ അവരെ കടത്താനായിട്ടൊരു കടത്തുകാരനുണ്ടായിരുന്നു, കേശവൻ ശ്രീകൃഷ്ണ ഭഗവാൻ. ഇവിടെ ഈ മഹാഭാരത യുദ്ധമാകുന്ന നദിയെ കടന്നു പോകുവാനായിട്ട് പാണ്ഡവന്മാരെ ശ്രീകൃഷ്ണ ഭഗവാൻ വളരെയധികം സഹായിച്ചു എന്നാണ് പറയുന്നത്. ആ നദി കടക്കാനുണ്ടാകുന്ന എന്തെല്ലാം പ്രതിബന്ധങ്ങളാണ് എന്നാണ് മറ്റുള്ള ഓരോ കഥാപാത്രങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഭീഷ്മരും ദ്രോണരുമാകുന്ന 2 തീരങ്ങളെന്നും ജയദ്രഥനാകുന്ന ജലം, ശകുനിയാകുന്ന കരിമ്പാറകൾ, ശല്യരാകുന്ന മുതല, കൃപരാകുന്ന പ്രവാഹം, കർണനാകുന്ന വേലിയേറ്റം വേലിയിറക്കം, അശ്വത്ഥാമാവും വികർണനുമാകുന്ന മകരമത്സ്യങ്ങൾ, ദുര്യോധനാകുന്ന ചുഴികൾ. ഇത്രയും പ്രതിബന്ധങ്ങളെ കടന്നുകൊണ്ട് പാണ്ഡവർ ഈ മഹാഭാരത യുദ്ധമാകുന്ന രണനദി, അതിനെ സാക്ഷാൽ കേശവൻ്റെ സഹായം ഒന്നുകൊണ്ട് മാത്രം കടക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ ഈ വിസർഗങ്ങളുടെ ഉച്ചാരണത്തെക്കുറിച്ച് ഒന്ന് സൂചിപ്പിച്ച് പോകാമെന്ന് കരുതുന്നു. ഇപ്പോൾ കൈവർത്തക കേശവ, അതെല്ലാം പുല്ലിംഗ വചനങ്ങളായതുകൊണ്ട് അവിടെ ഹായുടെ പകുതിയാണ് ഉച്ചാരണം സംസ്കൃത ഭാഷയുടെ വ്യാകരണം അനുവദിക്കുന്നത്. എന്നാൽ പലയിടങ്ങളിലും ഇതിന് പൂർണ്ണ വർണ്ണമായ ഒരു ഹ ചേർത്ത് ഉച്ചരിച്ച് കാണുന്നത് വാസ്തവത്തിൽ സംസ്കൃത ഭാഷയ്ക്ക് ഉചിതമല്ല. പക്ഷേ ഇന്ന് വളരെയധികം ആളുകൾ അതിനെ ഒരു പൂർണ്ണവർണ്ണമായിട്ട് ഉച്ചരിച്ചുകൊണ്ടാണ് ഗീതയും അതുപോലെ മറ്റുള്ള കൃതികളും ഒക്കെ പാരായണം ചെയ്ത് കാണുന്നത്. അതിന് നമുക്ക് അവരാരെയും തിരുത്താനൊന്നും സാധിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ ശരിയായി എന്താണ് നിഷ്കർഷിച്ചിട്ടുള്ളത് എന്നതുകൂടി അറിഞ്ഞിരിക്കണം എന്നതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നതാണ്. ഇതിന് ഒരു പൂർണ്ണവർണ്ണത്തിൻ്റെ ഉച്ചാരണം ഉചിതമല്ല. അതിനായിട്ട് പകുതി വർണ്ണമേ ഉച്ചാരിക്കാവൂ എന്നതാണ് ഭാഷയുടെ നിബന്ധന. പക്ഷേ പല വേദികളിലും ഇങ്ങനെ പൂർണ്ണമായ വർണ്ണം ഓരോ വരിയുടെയും അവസാനത്തിൽ ഉച്ചരിക്കുന്നത് നമുക്ക് അംഗീകരിക്കേണ്ടതായി വരുന്നു. എങ്കിലും ഭാഷയുടെ നിയമത്തിൽ അത് ശരിയല്ല എന്നേ പറയാനുള്ളൂ. എങ്കിലും നമുക്ക് 2 രീതിയും അവലംബിച്ച് നോക്കാം. കാരണം ചില വേദികളിൽ പൂർണ്ണമായി ഉച്ചരിച്ച് കാണുമ്പോൾ നമുക്ക് അത് തെറ്റാണെന്ന് പറയാനും ഇത് ശരിയാണെന്ന് പറയാനും ഒന്നും സാധിച്ചെന്ന് വരില്ല. അപ്പോൾ അവിടെ ഏത് രീതിയാണ് അവർ അനുവർത്തിക്കുന്നത് അതിനെ നമുക്ക് പിന്തുടരാനേ നിവൃത്തിയുള്ളൂ. എങ്കിലും യഥാർത്ഥമായ രീതി ഇതാണ് എന്ന് അറിഞ്ഞിരിക്കണം.
പിന്നെ ചില പദങ്ങൾ, ഉദാഹരണം തത്, അത് ചിലർ തൽ എന്നുള്ള തൽസുതൻ, അയാളുടെ പുത്രൻ, അത് തത്സുതൻ എന്നാണ് ശരിക്കുള്ള ഉച്ചാരണം. പക്ഷേ മിക്കവരും തൽസുതൻ എന്ന് പറഞ്ഞു പോകാറുണ്ട്. അതും ഈ ഭാഷയുടെ നിയമത്തിന് ഉചിതമായ ഒന്നല്ല. അത് എവിടെയെല്ലാം ത ഉണ്ടെങ്കിൽ അവിടെ ത എന്ന് തന്നെ ഉച്ചരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. തത്ക്ഷണം അല്ലെങ്കിൽ തത് പുത്രൻ എന്ന് ഉച്ചരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഭീഷ്മദ്രോണതടാ ജയദ്രഥജല ഗാന്ധാര നീലോപല ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുല അശ്വത്ഥാമവികർണ ഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണാ ഖലു പാണ്ഡവൈരണനദി കൈവർത്തക കേശവ പാരാശര്യവചസരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജനഷട്പദൈരഹരഹ പേബീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ. പാരാശര്യവച സരോജം അമലം ഗീതാർത്ഥഗന്ധ ഉത്കടം നാനാ ആഖ്യാനക കേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജന ഷട്പദൈഃ അഹഹ അഹഹ പേബീയമാനം മുദാ ഭൂയാത് ഭാരതപങ്കജം കലിമല പ്രധ്വംസി നഃ ശ്രേയസേ. പാരാശര്യവച, പരാശരൻ്റെ പുത്രനായിരിക്കുന്ന വേദവ്യാസൻ്റെ വാക്കുകൾ. സരോജം, സരസിൽ നിന്ന് ജനിച്ചത് താമര. അമലം, പരിശുദ്ധമായത്. ഗീതാർത്ഥഗന്ധോത്കടം, ഗീതയുടെ അർത്ഥമാകുന്ന ഉത്കടമായ ഗന്ധത്തെ പരതുന്നതും. നാനാഖ്യാനക കേസരം ഹരികഥ സംബോധനാബോധിതം, നാനാഖ്യാനകം, അനേകം ആഖ്യാനങ്ങളാകുന്ന കേസരം, അല്ലികളോട് കൂടിയതും. ഹരികഥാ സംബോധനാബോധിതം, ഭഗവാൻ ശ്രീഹരിയുടെ കഥകളെ ഉദ്ബോധിപ്പിക്കുന്നതും അല്ലെങ്കിൽ പ്രതിപാദിക്കുന്നതും കൊണ്ട് വിടർന്നു നിൽക്കുന്നതും. ലോകേ, ലോകത്തിൽ സജ്ജന ഷട്പദൈഃ, സജ്ജനങ്ങളാകുന്ന ഷഡ്പദങ്ങൾ, വണ്ടുകളാൽ, അഹരഹ ദിനംതോറും, ഓരോ ദിവസവും, പേബീയമാനം മുതാ വളരെ സന്തോഷത്തോടുകൂടി അവർ പാനം ചെയ്യുന്നു. അങ്ങനെയുള്ള ആ ഗീതയാകുന്ന താമര ഭൂയാത് ഭാരത പങ്കജം, അപ്രകാരമുള്ള ആ ഭാരതമാകുന്ന ഈ പങ്കജം, താമരപ്പൂവ്, കലിമല പ്രധ്വംസി, കലിദോഷങ്ങളെയൊക്കെ നിരോധിക്കുന്നത് അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നതും ആയ ഈ ഭാരതമാകുന്ന പങ്കജം, താമര, നഹ നമ്മുടെ ശ്രേയസേ, ശ്രേയസ്സിനായിക്കൊണ്ട് ഭവിക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് ശ്രേയസ്സിനെ പ്രദാനം ചെയ്യട്ടെ. വേദവ്യാസൻ്റെ വാക്കുകളാകുന്ന സരോവരത്തിൽ നിന്നുണ്ടായതും ഭഗവത്ഗീതയുടെ അർത്ഥമാകുന്ന ഉത്കടമായ സുഗന്ധം പരത്തുന്നതും പല കഥകളും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് വളരെ മനോഹരമായി ഭഗവാന്റെ ചരിതങ്ങളെ പ്രതിപാദിക്കുന്നത് കൊണ്ട് വിടർന്നു നിൽക്കുന്നതും. ഈ ലോകത്തിലെ സജ്ജനങ്ങളാകുന്ന വണ്ടുകളാൽ ദിനംതോറും മതിവരാതെ പാനം ചെയ്യപ്പെടുന്നതും. ഈ കലികാല ദോഷങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതും വളരെ നിർമ്മലവും അല്ലെങ്കിൽ ശുദ്ധവുമാകുന്ന ഈ ഭാരതം അല്ലെങ്കിൽ മഹാഭാരതമാകുന്ന താമരപ്പൂവ് നമുക്ക് എല്ലാവർക്കും ശ്രേയസ്സിനെ പ്രദാനം ചെയ്യട്ടെ എന്നാണ്. ഇവിടെ വേദവ്യാസൻ രചിച്ച 1.25 ലക്ഷത്തിൽ പരം വരുന്ന ഈ മഹാഭാരതം എന്ന കൃതിയെ തന്നെയാണ് മുഴുവനായിട്ട് ഒരു താമരയോട് സങ്കല്പിച്ചുകൊണ്ട് അതിൽ
ഭഗവാന്റെ കഥകളെയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് കഥനം ചെയ്യപ്പെട്ടതുകൊണ്ട് അതിൻ്റേതായ സുഗന്ധവും എല്ലാം വഹിക്കുന്നതായ ഈ മഹാഭാരതം നമ്മുടെ എല്ലാം കലിദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട്, അതുവഴി നമുക്കെല്ലാം ശ്രേയസ്സിനെ പ്രദാനം ചെയ്യുന്നതായിട്ട് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ഈ ധ്യാന ശ്ലോകം രചിച്ച ആ മഹർഷി വര്യർ. ഇവിടെ കലിദോഷത്തിൻ്റെതായ ധാരാളം വിഷമതകളൊക്കെ അനുഭവിക്കുന്ന സജ്ജനങ്ങൾക്ക് ഒരു ആശയുടെ കിരണം ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ മഹാഭാരതത്തെ കാണാൻ കഴിയുന്നത്. വ്യാസരുടെ ഏത് കൃതി എടുത്ത് നോക്കിയാലും ഈ മഹാഭാരതത്തിൻ്റെ ഇതിവൃത്തത്തിൽ നിന്ന് വിഭിന്നമായി പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് കാണാം. എല്ലാം ഈ മഹാഭാരതത്തിൻ്റെ ഉപകഥകളെ പോലെയാണ് മറ്റതെല്ലാം രചിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മറ്റൊരു വാക്കിൽ പറയാം. അങ്ങനെയുള്ള ഈ മഹാഭാരതമാകുന്ന ബൃഹത്തായ ഇതിഹാസത്തെ നമുക്ക് അതിൻ്റെ ചെറിയ ഒരു രീതിയിലെങ്കിലും പഠിക്കുവാനായിട്ട് കിട്ടുന്ന ഒരു അവസരമാണ് ഗീതാ പഠനം. ഈ ഭഗവത്ഗീതയിലെ പ്രതിപാദിക്കുന്നതായ വിഷയങ്ങൾ മഹാഭാരതത്തിൻ്റെ ഒരു കാച്ചിക്കുറുക്കിയ സാരം എന്ന് വേണമെങ്കിൽ പ്രതിപാദിക്കാം. നമ്മളുടെ എല്ലാം ഭൗതിക ജീവിതത്തിൽ നാം എന്തെല്ലാം അനുവർത്തിക്കണം, എന്തെല്ലാം ഉപേക്ഷിക്കണം എന്നതെല്ലാം വളരെ വ്യക്തമായിട്ട് ഈ മഹാഭാരതം നമുക്ക് ഉപദേശിച്ചു തരുന്നുണ്ട്. അതിനനുസരിച്ച് ജീവിതത്തിൽ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കർമ്മങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ജീവിക്കുന്നവർക്ക് നിശ്ചയമായും ഭഗവത് പാദത്തിലേക്ക് എത്തുവാനുള്ള മാർഗത്തെ ഇവിടെ വളരെ വ്യക്തമാക്കി തരികയാണ് മഹാഭാരതത്തിലൂടെ കവിയായ വേദവ്യാസൻ ചെയ്തിരിക്കുന്നത്. പാരാശര്യവച സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാസംബോധനാബോധിതം ലോകേ സജ്ജനഷട്പദൈരഹരഹ പേബീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിനഃ ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതം അഹം വന്ദേ പരമാനന്ദ മാധവം. മൂകം കരോതി വാചാലം, മൂകനായ ഒരാളെ വാചാലനാക്കുന്നതും, പങ്കും ലംഘയതേ ഗിരിം, ജന്മനാ മുടന്തനായ ഒരാളെ മല കയറ്റുന്നതും, യത്കൃപ, ഏതൊരു ഭഗവാന്റെ കൃപയുണ്ടായാലാണോ ആ ഭഗവാനെ, ആ ഭഗവാനെ അഹം വന്ദേ, ഞാൻ വന്ദിക്കുന്നു, പരമാനന്ദമാധവം, പരമാത്മസ്വരൂപനായിരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു. മൂകം കരോതി വാചാലം എന്ന് പറഞ്ഞാൽ ജന്മനാ മൂകനായിട്ട് സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരാളെ സംസാരശേഷി കിട്ടണമെന്നാണ് നമ്മൾ സാധാരണഗതിയിൽ ആഗ്രഹിക്കാറ്. ഭഗവാന്റെ അനുഗ്രഹമുണ്ടായാൽ അയാൾ ഉഗ്രമായിട്ട്, അപ്പോൾ സംസാരിക്കാൻ ജന്മന കഴിവില്ലാത്ത ഒരാളെ കേവലം അനുഗ്രഹത്തിൻ്റെ വിശേഷ ശക്തി എന്ന് പറയുന്നത് അത് അയാളെ ആ കഴിവിൻ്റെ പരമോന്നതിയിൽ എത്തിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ പങ്കും ലംഘയതേ ഗിരിം, ജന്മനാ മുടന്തനായിരിക്കുന്ന ഒരാൾ എങ്ങനെയെങ്കിലും ഒന്ന് നമ്മളെപ്പോലെ നല്ല രീതിയിൽ നടക്കണം എന്ന് ആഗ്രഹിക്കുകയുള്ളൂ. പക്ഷേ
ഭഗവാന്റെ അനുഗ്രഹമുണ്ടായാൽ അയാൾ നിഷ്പ്രയാസം മല കയറും. അതൊരു പക്ഷേ കൈകളും കാലുകളും ഒക്കെ സജീവമായിരിക്കാൻ നമുക്ക് സാധിക്കാത്തതുമായിരിക്കാം. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും അവൻ്റെ കഴിവിൻ്റെ പരമാവധി അല്ലെങ്കിൽ അതിലും കവിഞ്ഞ് അവനെ പ്രവർത്തനക്ഷമമാക്കാൻ ആ അനുഗ്രഹത്തിന് കഴിയും എന്നാണ് പറയുന്നത്. അപ്രകാരമെല്ലാം അനുഗ്രഹിക്കാൻ കഴിയുന്ന ആ ഭഗവാനായിക്കൊണ്ട് ഞാൻ വന്ദിക്കുന്നു, ആ ഭഗവാനായിക്കൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. യം ബ്രഹ്മ വരുണ ഇന്ദ്ര രുദ്ര മരുതഃ സ്തുന്വന്തി ദിവ്യൈഃ സ്തവൈഃ വേദൈഃ സാംഗപദക്രമ ഉപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനഃ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യം ഏതൊരു ദേവനെയാണോ, ബ്രഹ്മ ബ്രഹ്മദേവൻ, വരുണ വരുണൻ, ഇന്ദ്രൻ രുദ്രൻ മരുത്ത്. ബ്രഹ്മദേവനും വരുണനും ഇന്ദ്രനും മഹാദേവനും മരുത്തുക്കളും ഒക്കെ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ സ്തുതിക്കുന്നത് ദിവ്യങ്ങളായ സ്തവങ്ങളെ കൊണ്ട്, സ്തോത്രങ്ങളെ കൊണ്ട് ഏതൊരു ദേവതയാണ് ഇവരെല്ലാം സ്തുതിക്കുന്നത്. വേദൈ സാംഗപദക്രമ ഉപനിഷദൈഃ ഗായന്തിയം സാമഗാഃ. സാമഗാഃ സാമഗായകന്മാർ ഏതെല്ലാം പദങ്ങളെ കൊണ്ടാണോ ഭഗവാനെ സ്തുതിക്കുന്നത്, വേദങ്ങളെ കൊണ്ടും ഉപവേദങ്ങളെ കൊണ്ടും ഉപനിഷത്തുക്കളെ കൊണ്ടും ഒക്കെ ഏതൊരു ദേവതയാണോ അവർ സ്തുതിച്ച് പാടുന്നത്, ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനഃ. യോഗിനഃ യം പശ്യന്തി. യോഗികൾ ഏതൊരു ദേവതയാണോ കാണുന്നത്, എങ്ങനെ കാണുന്നത്, ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ. ആ യോഗികൾ അവരുടെ ധ്യാനമാർഗത്തിൽ അവരുടെ ഹൃദയാകാശത്തിൽ സാക്ഷാത്കരിക്കുന്നതായ ആ ഭഗവത് രൂപം, അപ്രകാരമുള്ള ഏത് ഭഗവത് രൂപത്തെയാണോ ഈ യോഗികൾ ധ്യാനിക്കുന്നത്, യസ്യ അന്തം ന വിദുഃ. ആ ദേവതയുടെ അന്തത്തെ, അവസാനത്തെ അല്ലെങ്കിൽ ആദിയെ ഒന്നും സുര അസുരഗണാഹ സുരന്മാരാലോ അസുരഗണങ്ങളാലോ ഒന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതായ ദേവായ ആ ദേവനായിക്കൊണ്ട്, തസ്മൈ ദേവായ ആ ദേവനായിക്കൊണ്ട് നമഃ അല്ലെങ്കിൽ നമഃ. ഏതൊരു ദേവതയെയാണോ ബ്രഹ്മദേവനും വരുണനും ഇന്ദ്രനും രുദ്രനും മരുത്തുക്കളും ഒക്കെ ദിവ്യങ്ങളായ സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിക്കുന്നത്, ഏതൊരു ദേവതയെയാണോ സാമ ഗായകന്മാർ വേദങ്ങളെ കൊണ്ടും വേദ അംഗങ്ങളെ കൊണ്ടും ഉപനിഷത്തുക്കളെ കൊണ്ടും ഒക്കെ വർണ്ണിക്കുവാൻ ശ്രമിക്കുന്നത്, ഏതൊരു ദേവതയെയാണോ യോഗികൾ അവരുടെ ധ്യാനമാർഗത്തിലൂടെ ഭഗവത് രൂപത്തെ ദർശിച്ചിട്ട് അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെ സാക്ഷാത്കരിക്കുന്നത്, കാണുന്നത്, ദേവന്മാരാലോ അസുരന്മാരാലോ ഈ ഭഗവാന്റെ അന്തത്തെ അല്ലെങ്കിൽ അവസാനത്തെ മനസ്സിലാക്കാൻ കഴിയാത്തതായ ആ ദേവനായിക്കൊണ്ട്, തസ്മൈ ദേവായ ആ ദേവനായിക്കൊണ്ട് നമഃ ഞാൻ നമിക്കുന്നു. ഇവിടെ ആ പരമാത്മസ്വരൂപം
അത് ദേവന്മാരാലോ അല്ലെങ്കിൽ വേദാന്തത്താലോ അല്ലെങ്കിൽ ധ്യാനമാർഗത്താലോ അല്ലെങ്കിൽ സുരന്മാരാലോ അസുരന്മാരാലോ ഒക്കെ അറിയാൻ കഴിയുന്ന അറിവിലും അപ്പുറത്തായി സ്ഥിതി ചെയ്യുന്ന ആ അചിന്ത്യ സ്വരൂപനായിരിക്കുന്ന ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് പറയുന്നത്. യം ബ്രഹ്മാവരുണേന്ദ്ര രുദ്രമരുതസ്തുന്നന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിഹിതമവിഹിതം വാ സർവമേതത് ക്ഷമസ്വ. ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവാ പ്രകൃതിർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.